പിള്ളേരിപ്പ തരണോ? പിള്ളേരിപ്പ ഓക്കെ. ഹലോ, ഇപ്പൊ കാണാവോടാ? ഓക്കെ, സെറ്റ് അല്ലേ? ഞാൻ ഇപ്പഴേ പറഞ്ഞു വീട്ടിൽ കേരള പ്രശ്നം. ഓ, താങ്ക് യു. നിങ്ങളൊക്കെ എപ്പോഴത്തൊന്നു താങ്ക് യുടാ ഡാർക്ക് ഏബലെ എല്ലാവർക്കും. ഏടേ നോക്കട്ടെ, നീ തിരിഞ്ഞതാണ്. കൊള്ളാം കൊള്ളാം. ഇത് കൊള്ളാം. നമ്മ പിള്ളേര് വന്നടാ, നമ്മ പിള്ളേര് എല്ലാരും വന്നിട്ടല്ലോ. താങ്കോടാ പ്രതിഭേ. എന്തൊക്കെണ്ടാ വിശേഷം? നമ്മളെ പിള്ളേരില്ലല്ലോ. ആദ്യത്തെ പരിപാടി അണ്ണന്റെ ബർത്ത്ഡേ ആണ്. ഓ, ഞാൻ റേഡിയോ കറക്റ്റാടാ അവരുണ്ട്. ആടി കത്തിക്കില്ല എന്നാണ് സുഗുണ എല്ലാരും പറയണത്. സുഗുണ ഒരു പാട്ട് പറ, എന്റെ ബർത്ത്ഡേക്ക് ഒരു പാട്ട് പറ. സുഗു കമോ എടാ എല്ലാരും റേഡിയോ മിണ്ടായിരിക്കണേ. 4 മാസം തൂങ്ക മാട്ടേ വീട്ട് പോയി സേര മാട്ടേ. എടാ സരക്കണ്ണിന് വീട്ടിൽ വന്നു. അവര് ട്രാവലിംഗ്. അയ്യോ വേണ്ട, എല്ലാം മറന്ന് പറക്കണം. അത് വേണ്ട. വേറെ നല്ല പാട്ടോടെ. എടാ സരക്കണ്ണ, ട്രിക്കി, ഗുലാൻ, ബാബു ഇവരെല്ലാരും എന്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ പോയതേ ഉള്ളു. അവരവിടെ എത്തുമ്പോ എന്തായാലും ഒരു 9 മണി 9:30 10 മണി. തമിഴ് പാട്ടോടാ. ഒരു കേക്കൊക്കെ മുറിച്ചിട്ട് പോവാ. പാട് പാട് പാട്. ഒരു തമിഴ് പാട്ടങ്ങ് കാച്ചറാ. അണ്ണാ വിരലുകളിൽ വിരലുകൾ പെഴുകിയ വാ പെണ്ണെ, മനസ്സിലായി? മറ്റേ പെണ്ണ് ഉയരെ അവിടെയല്ലോ. വേണ്ട, ഫീൽ ആവണോടാ. ഫീൽ ആവുന്ന ഒരു ഫീലോ ഫീലിങ്സ് പാട്. ഫീലിങ്സ് മറ്റേ പാട്ട്. എടാ ഒരു മെലഡി പാടറാ. അണ്ണന് ഇത് അണ്ണന് വേണ്ടി. അണ്ണന് വേണ്ടി. தலைமுறை தாண்டி நிற்கும் தந்தை மகன் கோட்டினியே, வெற்றி கைதைகள் 100 நித்தம் கேட்கின்றேன். சிங்கம் பெற்ற பிள்ளை என்று ஊரை சொல்லும் ஓசையோடு ஒய்யாரமாக ஓய்வெடுக்கின்றேன். அன்பை மற்றும் அள்ளி வீசும் மேகு அமுவது அழகே, அதிசயம் அற்புதம் அதுவே. அமைத்த புதல்வா புதல்வா வா புதல்வா புதல்வா வா, புகழ் போது தூவிட புவி எங்கும் வாழடா. மகனே மகனே வா, மகனே மகனே வா, உன்னை பார்க்கும் போதெல்லாம் முகம் போகுதேனடா. ரத்தமாரே 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 முத்தமாரே ரத்தமாரே முத்தமாரே ரத்தமாரே. பெத்ததாரே உன்னை பெத்ததாரே கத்திக்கூரே ரத்தமாரே ரத்தமாரே பெத்ததாரே.
അത് ഫീലായ എനിക്ക് അത്രേ ഉള്ളു. അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അണ്ണന് ഈ സിറ്റിയില് ഏറ്റവും കൂടുതൽ ബ്രദേഴ്സ് ഉള്ള ആരാന്ന് വെച്ചാൽ ഞാൻ പറയാം അണ്ണനാണ്. അണ്ണന് ഉള്ള അത്രയും അണ്ണന്റെ കൂടെ നിൽക്കാൻ എപ്പോഴും ഞങ്ങൾ ഉണ്ടാവണ അത് വാക്കണ്ണ. അയ്യോ എനിക്കെന്തൊരു പറയണ അയ്യോ ആ പാട്ട് ഹാർട്ടിക്കൊണ്ടാ ഹാർട്ടിൽ. എടാ താങ്ക് യുടാ എല്ലാവർക്കും. താങ്ക് യു. സവേജ നമ്മളെ പിള്ളേരൊന്നും കാണാനല്ലോടാ. വിഷമായടാ ഇതാരും അതാരേ ഹാപ്പി ബർത്ത്ഡേ. പെട്രോൾ പമ്പിന്റെ ഇതിന് ദുബായിക്ക് പോയത് ആണല്ലോ. എന്താടാ ഓപ്ഷൻ എടുത്തൊക്കെ പറ ഇങ്ങോട്ട്. ഐഡിയ എത്രാന്ന് പറഞ്ഞു. ബൈക്ക് ഡീലർഷിപ്പും പമ്പും അങ്ങ് എടുത്തായിരുന്നു. അറിഞ്ഞടാ നമ്മളറിഞ്ഞ് എല്ലാ ഡീലർഷിപ്പും ഉണ്ടെന്ന്. പവിൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 1000 rupees. താങ്ക് യു സോ മച്ച് പവിൻ ബ്രോ. അങ്ങനെ നമ്മളെ ഫസ്റ്റ് പിങ്ക് അടിച്ച്. താങ്ക് യു സോ മച്ച് പവിൻ ബ്രോ. ലവ് യു. എനിക്ക് ആ പാട്ടും എന്തോ ഹാർട്ടിക്കൊണ്ടടാ എന്റെ ഹാർട്ടിക്കൊണ്ടടാ എന്റെ പിള്ളേര്. എനിക്ക് ആ പാട്ട് പാടിയപ്പോ എനിക്കങ്ങ് നമ്മളെ പിള്ളേരാരും വന്നില്ലേ. കറക്കണ്ടൻ അവരൊന്നല്ല, അവര് ഓൾറെഡി വന്നിട്ട് പോയതാ. അതുകൊണ്ട് അവരെ പറയരുത്. അവര് ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പൊക്കണതേ ഉള്ളു. ബാക്കിയുള്ളവരൊക്കെ വരാറുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ വരാറുന്നല്ലേ. സാവേജ് മാത്രമേ വന്നോളൂ. സാവേജ് വിട്ട ഒരു സോങ് കൂടിയിരുന്നു. പിള്ളേരെല്ലാരും പറയണേ ഒരു പാട്ടും കൂടി പാടാൻ. ഒരു അണ്ണ ഇനി വേറെ മറ്റേ ഇനി ലവ് സോങ്സാ. ഇതിന്റെ പാട്ട് എടാ അതില്ല റൊമാൻറ്റിക് ആടാ. അത് റൊമാൻറ്റിക് എടാ. പൂക്കളെ പാട് സുഗുണ. നോക്കിയിരിക്ക പാടളി അളിയാ പാട്. അത് കുഴപ്പമില്ല പാട്. അത് കേൾക്കുമ്പോ ഇനി ആരും പാട്ട് വെക്കുന്നില്ലല്ലോ. പാട്ടിനോടുള്ള എല്ലാവരുടെയും ഇഷ്ടം ഞാൻ മാറ്റില്ല. അത്രേ ഉള്ളൂ. നീ ആരും പാട്ടി വെക്കരുതെന്ന് ഇനി ആരും പാടാൻ പറയില്ലേ. ഇപ്പൊ പാടിയ ഒരു പാട്ട്, അങ്ങനത്തെ പാട്ട്. അങ്ങനത്തെ പാട്ടാ? അങ്ങനത്തെ ഒരു കേസരിയാത്തവരെ ഉണ്ട്. വേണോ? വേണോ കേസരിയാത്തേര അങ്ങനെ പഠിച്ചേ. ഇത് കഴിഞ്ഞ ഏബലിന്റെ ഒരു പാട്ട് അല്ലേ? ഇങ്ങനത്തെ ഒരു പാട്ട് തന്നെ. ഇത് പെട്ടെന്ന് ഞാനിത് പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. അണ്ണന്റെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലോട്ട് ഓടി വന്ന പാട്ട് അതാ പാടിയാ. ഓ താങ്ക് യു ബാബാ. താങ്ക് യു. എടാ പറഞ്ഞ ഒരു പാട്ട് പറയാൻ വഴി എന്ത് വഴി ഇവിടെ ഒരു മഞ്ഞ എത്ര മഞ്ഞ വെച്ചാണ് കിട്ടു പറഞ്ഞ. അണ്ണാ ഉന്നെ കാണാമല്ലോ ഓടട്ടെ. അത് പാട്. ഉന്നെ
உன்னை காணாது நான் என்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. நிதம் காண்கின்றவான் கூட நிஜமல்ல, தினம் சேர்க்கும் கனா கூட சுகமல்ல. நீ இல்லாமல் நான் இல்லையே, உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல். அவ்வாறு நோக்கினாய் எவ்வாறு நாளுமே, கண்ணாடி முன் நின்று பார்த்து கொண்டேன். ஒன்றாக சேர்ந்திட ஒரு 100 நாடகம், ஒத்திகைகள் சேர்ந்து எதிர்பார்த்திருந்தேன். எதிர்பாராமலே அவன், எதிர்பாராமலே அவன், ஓ பின்னிருந்து வந்து என்னை பம்பரமை சுழற்றி விற்று உலகுன்ற பெருவாயம் எந்த வாயோடு வாய்ப்பதித்தாய். இன்று பூலோகம் என்றொரு பொருளுள்ளதே, இந்த பூம்போதை மறந்தானடி. உன்னை காணாது நான் என்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. നിന്റെ കിടില കമ്പാക്ക് ഇപ്പോഴാണ് കമ്പാക്കുകളാണ്. കിടില പാട്ട് പഠിക്കാൻ പോയാ നീ? ഇല്ല, നീ പാട്ട് പാടും, പക്ഷെ ഇപ്പൊ നിന്റെ വോയിസ് എന്റെ പൊന്നോ വിഷയം അല്ലേ. എനിക്ക് ഹാപ്പിയാടാ, ഞാൻ അണ്ണാ മുച്ചിരി. എടാ മുച്ചിരി ഇവിടെ ഇല്ലടാ, മുച്ചിരി ഇല്ല ഇവിടെ. മുച്ചിരി ഉണ്ടോ? എടാ ഇവിടെ മുച്ചിരി ഉണ്ടോടാ? ഇല്ലല്ലോ, മുച്ചിരി ഇല്ലല്ലോ ഇവിടെ. ഇല്ല മുച്ചിരി വന്നില്ലല്ലോ. ജമാലു എടാ, ഹലോ. മുച്ചിരി ഇല്ലടാ, മുച്ചിരി ഇല്ല ഇവിടെ. ഉണ്ടോ? ഉണ്ടോ? എടാ മുച്ചിരി ഉണ്ടോടാ ജമാലു? ഇല്ലല്ലോ. ആരൊക്കെ ഇവിടെ കേറാൻ പറ്റത്തില്ലടാ പറഞ്ഞ. ഡേയ് നീ വേഷമൊക്കെ ഇട്ട് റെഡി ആയല്ലേ? സെറ്റായില്ലേ? ഇനി തൊട്ട് നീ ഇവിടെയാണ്. ഇവിടെ ഇവിടെ നമ്മളെ ബ്രൂസ് ഒക്കെ ഇവിടെ. ആളെ കണ്ട് കറണ്ടില്ലെന്ന് തോന്നുന്നു. ആളെ കണ്ടില്ല. എല്ലാം കണ്ടോണ്ടിരിപ്പുണ്ട് ആളെ. എടാ മുച്ചിരി ഇവിടെ ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞ കേട്ടാ. വരും വരും. ഓക്കെ ഓക്കെ. തമ്പുരാൻപുരം താങ്ക് യു സോ മച്ച് ഫോർ ദി 40 rupees. എന്റെ പേര് എബിൻ എന്നാണ്. പാലക്കാടാ? ഹാപ്പി ബർത്ത്ഡേ എന്നാണ് തമ്പുരാൻപുരം. താങ്ക് യു സോ മച്ച് ടാ. സാബിജ് ഇറങ്ങിയാടാ? സാബിജ് പോയാ? ഇല്ലല്ല, എവിടെ ഉണ്ടല്ലോ, റോഡിലുണ്ടായിരുന്നു. സാബിജ് പുട്ടാ എവിടെടാ? ഓ അണ്ണാ ഞാൻ ഇവിടെ ഉണ്ട്. അണ്ണാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അണ്ണ എവിടെ? ഓ ഞാൻ കണ്ട്. നീ വല്ല പാട്ട് വരാൻ കേട്ടോ? സുഗുണന്റെ രണ്ടാമത്തെ പാട്ട്. ഓ കേട്ടണ്ണാ, കേട്ട്. രണ്ടാമത്തെ കേട്ടില്ല, ആദ്യത്തെ കേട്ട് വിഷയായിരുന്നു. രണ്ടാമത്തത് അതിനും കാട്ടി വേറെ ലെവല്. ഓ അയ്യോ അത് വിഷയമായിരുന്നു. അത് കേക്കാൻ പറ്റില്ല കേട്ടാ, അത് വിഷയമായിരുന്നു. ആദ്യത്തെ കേട്ടില്ല. ലൈക്ക് അടിക്കാൻ തുടങ്ങിയാലോ അണ്ണ? എന്റെ വിശ്വാസത്തൊക്കെ പറ. ഹാപ്പി ബർത്ത്ഡേ കുട്ട. അണ്ണാ സുഖല്ലേ? സുഖം സുഖം. എങ്ങനെ പോണ്?
നല്ല രീതിയിൽ പോണേ അണ്ണ എന്നെ എടുത്ത് കളയാറായ അണ്ണ ഇവരെല്ലാരും കൂടെ ഇത് ചെയ്യാനാ പയ്യൻ ഇനക്റ്റീവാണ്. ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണ്. പിള്ളേരൊക്കെ വെളിയിൽ നിന്നൊക്കെ എത്ര വരുന്ന ചോദിക്കണോ? അണ്ണാ ഇവിടെ കമ്പാക്ക് ആണ്. ഇനി പ്രശ്നമാണ്. ഇനി പിടിച്ചാ കിട്ടൂല നമ്മളെ. രാഹുൽ ബ്രോ താങ്ക് യു സോ മച്ച്. പിള്ളേര് ഡബിൾ സ്ട്രോങ് ആണ്. 100 റുപ്പീസ്. അണ്ണ ഈ സത്യത്തിനൊക്കെ എടുത്ത് കളയാറായ അണ്ണ. ഞാൻ ആലോചിക്കുന്നുണ്ട്. ടോമിനിക്ക് ഫസ്റ്റ് കളഞ്ഞാ നമ്മള് പച്ച പിടിച്ച് എന്തിനു ചെയ്യാനാ? എടാ കൊമ്പൻ ബസ്സല്ലടാ നിൽക്കുന്ന കൊമ്പന്റെ ബസ്. ഓ അതെ അതെ. ആ പറ കൊണ്ടുവരാൻ പറ ഫ്രണ്ടിലോട്ട് നോക്കട്ടെ. കൊമ്പനെ നോക്കട്ടെ. എന്ത് എത്രയായി വയസ്സ്? എനിക്ക് 20. 20. അയ്യോ ഇവിടെ മാറിക്കടാ. ഓ കൊമ്പൻ ഫ്രണ്ടില് എടാ കിടക്കണ കണ്ടാടാ. അതോ ലോകം. ഒന്ന് കേറിക്കോട്ടറ വണ്ടിയില്. ആളിയ സെറ്റ്. ആളിയ ചിങ്കമ്പടയുടെ രാജാവ്. ഓ വളവിലൊക്കെ പോണല്ലേ ഇങ്ങനെ അടിച്ചിട്ട്. ഒരു റൗണ്ട് ഓടിച്ചിട്ട് എടാ. ഒരു റൗണ്ട് ഓടിച്ചിട്ട് വരാവേ. ഹാപ്പി ബർത്ത്ഡേ അണ്ണാലോ. ഹാപ്പി ബർത്ത്ഡേ. എടാ മുച്ചിരി നീ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് പാട്ട് പാടിത്താടാ മുച്ചിരി. പാട്ടിനൊക്കെ അറിയില്ലടാ. നീ അല്ലടാ വെണ്ടക്കച്ചറത്തിന് 2 പാട്ടൊക്കെ പാടിയത് ഇവിടെ. എന്റെ പാട്ടായിട്ട് പോണോളാ. മുച്ചിരിടാ. എടാ മുച്ചിരിക്കാ നമ്മളെ മറ്റേ ദൈവത്തിനെ വിളിച്ചിട്ട് അവന് ഇതിട്ട് കൊടുക്കാൻ പറയാം. ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ പറയാം. അല്ല അതിന് മുമ്പ് നീ പാട്ട് പാടിയിട്ട് പോവാ. പാട്ട് പാടിയിട്ട് പോവാന്ന്. പാട്ട് പാടി മുച്ചിരി അണ്ണം വരും. അത്രേ ഉള്ളൂ. അണ്ണം വരും. ഒരു പാട്ട് പാടാ തെറ്റുന്നുണ്ട്. വെറുതെ പാടുന്ന. ആ പാട് കേക്കട്ടെ. എടാ നമ്മളെ ക്രിസ് വന്നില്ല. എടാ സുഗുണ ക്രിസ് ആണ് വരുന്നത്. ക്രിസിനകത്ത് വരാൻ പറടാ എന്റെ മുത്തുമണി. ആ നീ പാട്. ചെറുക്കന്റെ പാട്ടാണ്. മുച്ചിരിയുടെ പാട്ടാണ്. മുച്ചിരി കുറച്ച് സീനാണ്. എടാ ബസ്സൊക്കെ മാറ്റിയിടാ. മുച്ചിരിയുടെ പാട്ട് കേൾക്കാൻ പോകണം നമ്മള്. എടാ എല്ലാരും മുച്ചിരിയുടെ പാട്ട് കേൾക്കണ. എടാ സാവേജ എല്ലാരും വാ. പിങ്കടല്ലേ എനിക്ക് കണ്ടുവിടുന്ന ഉണ്ടല്ലോ ഇനി ആരും. നിന്നെ കണ്ടെന്ന് എന്റുമ്മ പറഞ്ഞെന്ന് നിലാവ് പോലെന്ന് നീ നല്ല പെണ്ണെന്ന്. നിന്നെ കണ്ടെന്ന് എന്റുമ്മ പറഞ്ഞെന്ന് നിലാവ് പോലെന്ന് നീ നല്ല പെണ്ണെന്ന്. നിലാവ് കണ്ടെന്ന് ദൂരെ നിന്നൊന്ന് കിനാവ് പോലെന്ന് എന്റുമ്മ പറഞ്ഞെന്ന്. കണ്ണ് കണ്ടെന്ന് നീല കണ്ണെന്ന് പൊന്ന് പോലുടലാകെ മിന്നണെന്ന്. കണ്ണ് കണ്ടെന്ന് നീല കണ്ണെന്ന് പൊന്ന് പോലുടലാകെ മിന്നണെന്ന്. ഇത്ര അറിവൊക്കെ കൊള്ളാടാ നല്ല രസമുണ്ട്. കുറച്ചുകൂടി പെട്ടെന്ന് തീർന്നു പോലെ അല്ലേ? പെട്ടെന്ന് തീർന്നു പോലെ. നീ കുറച്ച് പാട്ട് കേട്ട് പഠിച്ച് ട്രൈ ചെയ്ത് നോക്ക്. നിന്റെ വോയിസ് നല്ല വോയിസാ.
കുറച്ച് try നോക്കടാ കുട്ടാ. റേണ 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 വിശിഷ്ട അതിഥി റേണ ബാക്ക് നോക്കൂ. അറിയാലേ റേണ പറഞ്ഞു ഹലോ ഇതാരാ? ആ ബാക്കിലൊരു അതിഥി എടാ ഈ അയ്യർ താങ്ക് യു ഇങ്ങ ഉങ്ക പേര് എന്നാത്? கேப்டன் கேப்டன் உனக்காக ரோஸ் பறிச்சிட்டு வந்தேன். ஓ தாங்கூடா. முடியல, காசு இல்ல, அதனால. ஆமா நான் கேப்டன் விஜயகாந்த் ஆதிதா பாக்குறப்போ இன்னும் நிறைய நாளுக்கு நல்லா இருக்கணும், நல்லா இருக்கணும். ஆமா 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 போலீஸ் இருக்கும்போ எனக்கு எதுக்கு பயம் அல்லே? நம்ம கூட சேர்ந்துக்கோ. ஆமா நம்ம பையன் கொஞ்சம் பரிவாடி கிளம்பலாம். இந்த பஸ் வந்துட்டு இருக்கு கொம்பாத். ബെല്ലാരി എടാ അത് ലൈക്ക് അവര് ഇതെടുക്കോടാ. എന്താന്ന് വെച്ചാൽ ഞാൻ തീരുമാനം അറിയാം, സൂൺ അറിയാം. നിങ്ങൾ ആരും വിഷമിക്കണ്ട. എഡ്ഗറൊക്കെ ഇവിടെ വണ്ടി ഇറക്കിയോടാ. ഞാൻ വെച്ച് ബെല്ലാരി എഡ്ഗറന്ന് ഞാൻ വെച്ച് അവന്റെ ലെവലൊക്കെ മാറി നിന്നു. എഡ്ഗർ ഇതിൽ ആരാണ്? പുതിയ പയ്യനാണല്ലേ? ഞാൻ വിചാരിച്ചു സായിപ്പ നീ ഇന്ന് വരൂലെന്ന്. എനിക്ക് കയറിയും പറ്റണ്ടായില്ല ഇപ്പൊ കയറിയുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ. ഓ താങ്കടാ നിങ്ങൾ രണ്ടും മാത്രമുള്ളതാണോ ചുറ്റില്? നമ്മ രണ്ടും പോരാ അണ്ണനി. അതെ എനിക്ക് നിങ്ങളെ മാത്രമല്ലല്ലോടാ ടി വിയിലുള്ള 30 പേരൊക്കെ ഇല്ലടാ. അവരൊക്കെ എല്ലാരും എന്റെ അനിയന്മാരല്ലേ, എല്ലാരും വേണ്ടേ? കുഴപ്പമില്ല ഒന്നും വിഷമൊന്നുമില്ല. എല്ലാവർക്കും തിരക്കൊക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ല. അടേ ഇവിടുത്തെ പാസ്വേഡ് മറന്നുവേടാ. കിട്ടി പാസ്വേഡ് കിട്ടി. 82 എനിക്ക് റേഡിയോ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. തറക്കണ്ണം വരടാ. അത്രടാ എന്റെ അണ്ണ എത്തോടാ. ഇതെന്തിരി റേഡിയോ? എനിക്ക് 200 പിള്ളേർ ഇരിക്കടാ. അതെ അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ കൂടി വന്ന റേഡിയോ അണ്ണന് ലിസ്റ്റ് കാണത്തില്ല. അങ്ങനെ എങ്ങനെ വായിക്കും? ഈ സിറ്റി പകുതി പേരുണ്ട്. ഇവിടെ എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ പൊന്നുല്ലേ ഇത്രയും വരും അല്ലേ? എനിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാ ഇവന്മാര് അത് പകുതി സിറ്റി കത്ത് ഇവിടെ കിടന്ന് അളിയാ. അത് ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല എന്നെ വരെ. ഇതിന്റെ അകത്ത് റേഡിക്കാത്തിരിക്കണ നോക്ക്. എന്റെ പൊന്നളിയാ. ഇതിനിടയ്ക്ക് ആരോ ചെയ്ത് കേട്ടാ. ജോയ് ബോയ് താങ്ക് യു സോ മച്ച് ഫോർ ദി 4-5 euro. താങ്ക് യു സോ മച്ച്. എന്തിനു വേണം? എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് റിയൽ ലൈഫിൽ ഫ്രണ്ട്സ് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ഉള്ളത് ടീവിയും ഇവരൊക്കെ തന്നെയാണ്. അല്ലാതെ എനിക്ക് സീരിയസ് ആയിട്ട് പറയാം, റിയൽ ലൈഫിൽ ഫ്രണ്ട്സ് ഇല്ല എനിക്ക്. എന്റെ കൂടെ പഠിച്ചതോ എന്റെ കൂടെ ഇതായതോ ആരും അങ്ങനെ വിഷയോ അങ്ങനെ ഒന്നും ഇല്ല, കറൻലി ഇല്ല. ആകെ ഉണ്ടെങ്കിൽ അത് നറോട്ടോ മാത്രമേ ഉള്ളൂ. നറോട്ടോ എന്ന് പറയുമ്പോ ലൈക്ക് ഗെയിമിൽ കൂടെ മാത്രമേ ഉള്ളൂ. KV നറോട്ടോ ഇല്ല അവൻ. ബാക്കി എല്ലാരും ടിവിയിലുള്ളവരും ഇവരൊക്കെ ഉള്ളു എനിക്ക് സത്യം പറഞ്ഞ. പിന്നെ നമ്മളെ പിള്ളേരുണ്ട്. നമ്മളെ പിള്ളേരെന്ന് പറയുമ്പോ നിങ്ങളും അതില് വരും. എന്റെ പിള്ളേർ എല്ലാരും വരും. കാരണം
എനിക്ക് ഈ 2020 വരെ ഞാൻ എങ്ങനെയാണ് ബർത്ത്ഡേ ലൈക്ക് എടാ എനിക്ക് ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കുക മറ്റേത് വേണ്ട അങ്ങനെയല്ല വിഷയം പോലും ആരും ഇല്ലാത്ത സമയം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാ അങ്ങനെയാണ്. പക്ഷെ അതിനുശേഷം വന്ന ബർത്ത്ഡേകളൊന്നും എനിക്ക് എന്റെ ഇൻബോക്സിന്റെ അകത്ത് നിങ്ങൾ എല്ലാരും തരുന്ന ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ബർത്ത്ഡേ വരുമ്പോ ഉള്ള വിഷയം ഉണ്ടല്ലോ എന്റെ പൊന്ന് ഗൈസ് ലവ് യു. ആരൊക്കെയോ ഉണ്ട് നമ്മൾ ഇത്ര മനസ്സിലായ നമ്മളെ ലൈഫില് ലൈക്ക് മനസ്സിലായ നമ്മള് അത്ര ഉള്ളത്. നമ്മള് കാരണം ഒരാൾ ചിരിക്കണം അല്ലെങ്കിൽ നമ്മള് കാരണം ഒരാൾ സന്തോഷിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഇത്. ഞാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ടി വിയെ തുടങ്ങിയതാണ് ഇത്. ഇപ്പൊ പറഞ്ഞോടാ നിങ്ങളെല്ലാരും ആണ് നമുക്കൊരു ഡൗൺ ടൈം വന്നാലും നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾക്കൊരു ഡൗൺ ടൈം വന്നാലും നമ്മളെ കൂടെ ഉണ്ട്. മനസ്സിലായ അതാണ് ടി വി അല്ലെങ്കിൽ ടി വി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. മനസ്സിലായ സോ അത് 1 2 അല്ല ഗൈസ്, നിങ്ങൾ നോക്കണം 5 വർഷം അല്ലെങ്കിൽ 6 വർഷം ആവാൻ പോണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരുത്തരക്കും പറ്റത്തില്ല ആ ഒരു ഇതില് അതേ രീതിയില് ഒരു സെക്കൻഡ്സില് മനസ്സിലായ ഒരു സെക്കൻഡ്സിൽ ഇതുവരെ അതത്രേ ഉള്ളു ഗൈസ്. അതിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ ഭയങ്കര മെജോറിറ്റി പാർട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ മാത്രമല്ല ടി വിക്കകത്ത് ഓരോ ആൾക്കാരും നിങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ നിങ്ങൾ എന്റർടൈൻ ആവുന്നുണ്ട്, അതേപോലെ നിങ്ങളെ അത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതത്ര ഉള്ളു ഗൈസ് എനിക്ക് പറയാൻ. അതിനി അങ്ങോട്ട് കാണും എന്ന് എനിക്ക് നല്ലപോലെ ഉണ്ട്. അതൊരിക്കലും അങ്ങനെ എൻഡ് ആയി പോവില്ല. കാരണം എല്ലാരും ബാഡ് ടൈമിലാണ് വരുന്നത്. നമ്മളെ അതുകൊണ്ടാണ് മനസ്സിലായി എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് എല്ലാം മിക്സ് ചെയ്തവർക്കും എനിക്ക് പറ്റുന്ന അത്ര ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. എന്നാലും പറയാറുണ്ട്. Goku's Gaming, thank you so much for the 200 rupees bro. Thank you so much. Oh, happy birthday Ram bro. Love from Mistress family. Thank you so much bro. എടാ ബാബ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞോ? ആ ചെലവ് നടത്തണ്ടേ നമുക്ക് എന്തെങ്കിലും. ഇതിനിടയ്ക്ക് അപ്പു ബ്രോ താങ്ക് യു സോ മച്ച് 40. എനിക്ക് അങ്ങനെയാണ് അണ്ണാ ഇപ്പൊ നിങ്ങളൊക്കെ അത്ര ഉള്ളത്. അപ്പു ബ്രോ താങ്ക് യു സോ മച്ച്. ലിജു ബ്രോ താങ്ക് യു സോ മച്ച് 100. ഹാപ്പി ഫണ്ടാസ്റ്റിക് ഇയർ. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ. അതേപോലെ ഒരു കാര്യം ചെയ്യും. ഇമ്പൗണ്ടിന്റെ പുറത്ത് 2 വണ്ടി ഇമ്പൗണ്ടിന്റെ പുറത്ത് 2 വണ്ടി ഉണ്ട്, അതെടുത്തോ. നിരഞ്ജൻ ബ്രോ നാളെ ബർത്ത്ഡേ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ബ്രോ. എനിക്ക് മുടിയും കിട്ടിയിട്ടില്ല, എനിക്ക് ടെസ്റ്റർ ഇഷ്യൂസ് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ശിവ ബ്രോ. അണ്ണാ എയർപോർട്ടിലുണ്ടെന്ന് ആണോ? റേഡിയോ കയറാൻ പറയടാ. ഇത് എന്റെ ഡ്രസ് ഇട്ട് എങ്ങനെയാ അറിയോ? ഈ പിങ്ങൊന്നും വരാമോ? എടാ എങ്ങനെ എവിടെ ബസ്സിലാ പോണേ? എടാ സർക്കെണ്ണം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ വീട് നാളെ. ഓക്കെ എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. സർക്കണ്ണ വന്നല്ലേ അത്രയുള്ള. ഞാൻ പറഞ്ഞു സർക്കണ്ണ ഇന്ന് ഇവിടെ വന്നടാ, അതാണ് അണ്ണ ലേറ്റ് ആയത്. അല്ലാതെ ഇതുകൊണ്ടല്ല. അണ്ണ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് സർപ്രൈസ് ചെയ്ത്. അയ്യോ അത് എനിക്കൊന്നും പറയില്ല കേട്ടോ, സീരിയസ്ലി പറയാം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റാണ് എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയത്.
താങ്ക് യു താര ഇവിടെ ലൈവിൽ ഉണ്ടെങ്കിൽ അറിയടാ താര. അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് അറിയണം എന്തിനു പറയണോ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞ എന്തിനു പറയണമെന്ന് അറിയണ. മൊത്തത്തില് ഭയങ്കര ഹാപ്പി, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഹാപ്പി. കാരണം മഹാരാഷ്ട്ര. ഹലോ ഫുഡോ ഇല്ല ആണോ? വന്നിട്ടുണ്ട്. വന്നിട്ട് ഓക്കെ. എവിടെ എത്തി? എവിടെ നിൽക്കുന്നേ? ഞാനാണോ? നീ തന്നെ എവിടാ? ഗേറ്റിന്റെ അവിടെ നിന്നാ ഞാൻ ഇപ്പൊ വരാം. എനിക്ക് തോന്നുന്നൊരു ജോക്കർ ബ്രോ വേണം തോന്നുന്നു. മനീഷ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ $8 ബ്രോ. എനിക്ക് ആരോ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതാ വരുത്. ഹലോ വരുന്നു. ഞാൻ കാര്യം പറയാട്ടോ ടോമേ. നിനക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്പർ ഉണ്ട് എന്റെ. രണ്ടാമത്തെ കേക്കാണ്. ശരത്തേട്ടന് വന്നോ? ജോക്കി അണ്ണാ മാമൻ പറ. അല്ല ജോക്കി അണ്ണനല്ല, ജോക്കിനല്ല, ജോക്കർ ബ്രോ. സർക്കണ്ണ സിറ്റിയിലാണ്. ഓക്കെ. ഹലോ സർക്കണ്ണ വന്നോ? ഒന്നില്ലേ? പെട്ടെന്ന് തിറക്കണ്ട. എടാ ഓ പറ. ഐഡിയ വന്നിട്ട് 112. എവിടെ? ഓ താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. കേക്ക് കട്ട് ചെയ്യണോ? നമുക്കിത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. കയ്യിലുണ്ടല്ലോ ശത്രു, സേഫ് അല്ലേ? കയ്യിന്ന് പോയായിരുന്നു ചെറുതായിട്ട്. പോവാം. ലക്കി നീ എവിടെ? ഞാൻ ഇവിടെ